السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد وصلى الله على سيدنا محمد وعلى آله حق قدره ومقداره العظيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഈ ഹദീസ് എല്ലാവർക്കും ഗൊന്തുള്ളതാണ്. ചെറുത് മുതലേ ഞങ്ങൾ കേൾക്കടങ്കത്തെ ഹദീസ്. ഒരാൾ പൂർണ്ണമായ രൂപത്തിൽ മോമിനാവണുണ്ടായെങ്കിൽ എല്ലാ താട്ടിയാറ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ മഹബത്ത് വേണു, സ്നേഹം വേണു. ആ സ്നേഹം കൽബുലാണ്. കൽബുൽ ഏറ്റവും നല്ല മഹബത്ത്. ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെനപ്പു, ഏത് സമയത്തും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിങ്കത്തെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കടെ. അള്ളാഹുടെയും അവൻ്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഖ് അള്ളാഹുടെ സ്നേഹിക്കാണ്ടൊന്നുമില്ല. പക്ഷേ അള്ളാഹുടെ ಬಗ್ಗೆ നമുക്ക് ചെന്തന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ്. ഖൽഖുടെ കൂട്ടത്തിൽ, സൃഷ്ടികളെ കൂട്ടത്തിൽ അതുല്യരായ ആളാണ്. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫാമിൽ അനി ശിഖാഖി. ആർക്കും തർക്കയില്ല, തർക്കത്തകത്തിയില്ല. ഖാലിഖ് കഴിഞ്ഞൽ പിന്നെ സൃഷ്ടാവായ അള്ളാഹു കഴിഞ്ഞൽ പിന്നെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ആൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഫസ്റ്റ്. എല്ലാ താട്ടി വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബാക്കിയെല്ലാമാണ് പിന്നെ. ഈമാൻ പൂർണ്ണമാവണുണ്ടായെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ, അബ്ബ ഉമ്മ, പെഞ്ഞായി മക്ക, കുടുംബക്കാർ എല്ലാ താട്ടിയാറ സ്വന്തം നഫ്സരാട്ടിയാറ സ്നേഹിക്കണുണ്ടാണ് ഉമർ റളിയല്ലാഹു ഒട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നരെ. അപ്പോഴാണ് ഈമാന്റെ ലദ്ദത്ത് കിട്ടേ, ഈമാന്റെ ഹലാവത്ത് മാധുര്യം കിട്ടേ. അപ്പോഴാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഞങ്ങളൊട്ടിಗೆ പിരിസ പറഞ്ഞുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഞങ്ങൾക്ക് കണക്ഷൻ വേണു. അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ആൾമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുറ്റു തപസ്സു തെച്ചാറ്, ആ ബതുക്കുടെ പഠിച്ചാറ്, അതര വ്യത്യസ്തമായ രൂപത്തിൽ അവതരിപ്പിച്ചാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊന്നതിൽ പ്രധാനിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 4 ഖലീഫമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെഞ്ഞായി ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ ബിബി റളിയല്ലാഹു അൻഹ, അങ്ങനെ തുടങ്ങി അയിൽ പിന്നെ വന്നെങ്കത്തെ മുഴുവൻ ആൾമാർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെന്നാറ്, എഴുതി വെച്ചാറ്. ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബ് കൊണ്ട് നിറഞ്ഞിട്ടങ്ങ് സ്നേഹിച്ചാറ്. അല്ല എങ്കിൽ ഈമാൻ ഗെത്തുകാവില്ല, മോമിനാവുകാവില്ല എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ പഠിപ്പാട്ടിരെ. ഈ അടുത്ത് അദ്ദവാവീനു സിത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം അൽ ഹാജ് ഇബ്രാഹിം ഇബ്നു ഷെയ്ഖ് അബ്ദുല്ലാഹ് അൽ കൗലഖി റളിയല്ലാഹു അൻഹു അയാൾ രചിച്ചെങ്കെത്ത അദ്ദവാവീനു സിത്ത് ചൊല്ലെ 6 കവിത സമാഹാര 3000 ചില്ലാറ ബൈത്താണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ അയാൾ ചൊല്ലെ 1975 ആ സമയത്താണ് വഫാത്താവുടെ. 20ನೇ ശതമാനത്തെ ലാസ്റ്റ് കാണും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് അയാളെ കൽബുൽ നിറഞ്ഞത് കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് അത്ഭുതങ്ങളാണ്. ആ മഹബത്താണ് ആയിരക്കണക്കിൽ ഗരയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ആ മഹാൻ വിശദീകരിച്ചുകൊണ്ടുള്ള ഇബ്രാഹിമുൽ കൗലഖി റളിയല്ലാഹു അൻഹു അയാളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നല്ല മഹബത്തും ഈമാനും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അതെല്ലാം വിശദീകരിക്കണമെങ്കിലത്തെ വിഷയമല്ല. അത് എത്ര വർഷം വിശദീകരിച്ചെങ്കും തീരാത്തതാണ്. ആഴമേറിയ സമുദ്രമാണ്. ലഹാ മആനിൻ കമൗജിൽ ബഹരി എന്ന പോലെ, കടൽ തിരമാലയുടെ പോലെ അതിരാട്ടിയപ്പുറത്തെ ആശയങ്ങളാണ് അതിലുള്ളത്. അതിലൊരു ചെറിയ മുൻനുടി ആ ബൈത്ത് കണ്ടപ്പോൾ 1-2 വിഷയങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് കൽബ് കൊണ്ടങ്ങ് സ്നേഹിക്കണായ മഹബത്ത് അവിടെയാണ് പറഞ്ഞായേ. ആ 2 ആൾമാരെ അള്ളാഹുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിന്തയാണ് ഏത് സമയത്തും നക്കുള്ളേ. എങ്കിലാണ് പടച്ചോണ്ട് മുന്നിൽ നക്ക് വിജയിക്കുക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങാൻ ചൊല്ലെങ്കെത്ത അൽ ബാബുൽ ആളം ഏറ്റവും വലിയ ഡോർ, അത് മുട്ടിയെങ്ക് മാത്രമേ, ആ ഡോറിൻ്റെ മുട്ട എത്തിയെങ്കിൽ മാത്രമേ നക്കപ്പുറം അള്ളാഹുടെ മുട്ട എത്തുക അവിടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ കൗലഖി റളിയല്ലാഹു അൻഹു അയാളെ ദീവാന്റെ 1ാമത്തെ ആ ബൈത്ത് വെച്ച പേര് തൈസീറുൽ ഉസൂലുണ്ടാണ്. അള്ളാഹുടെ മുട്ട അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട എത്തുകൊള്ള എളുപ്പമാക്കടങ്കെത്ത വഴിയാണ്. അതിലെ തുടങ്ങടമേ അബൽ ഖൽബു ഇല്ലാ അൻ യകൂന മുതയ്യമ ഹലീഫ ഗറാമിൻ ബിൻ നബിയി മുഹയ്യമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കീഴ്പ്പെടുത്തപ്പെട്ട രൂപത്തിലാണ് നിന്റെ കൽബുള്ളേ. പ്രേമം കൊണ്ട് നിറഞ്ഞതാണ് നിന്റെ കൽബു. അബീതു ബിലൈലി തിമ്മി സഹറാന മുൻഷിദ ലിദിക്രില്ലദി ഖത്താബ ബദ്അൻ വമഖ്തമ.
രാത്രി പൂർണ്ണ ചന്ദ്രനുള്ളെങ്കത്തെ ജാവുകു നാണിങ്ങനെ പാടിയോണ്ടു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടക്കവും ലാസ്റ്റും ഏറ്റവും സംശുദ്ധമായ ആ നേതാവുടെ മദഹങ്ങ് ചൊന്നോണ്ടു നാണുള്ള ആ സമയത്ത് ആൾമാരെല്ലാം ഇറങ്ങിയിട്ടുള്ളാറ്. ഉസാജീലു ഫീഹിൽ വുർഖ ലൈലി വജീറത്തി നിയാമും വജഫ്നി കൽമദാനി ബിമഗ്റമ. സ്നേഹങ്ങ് കൂടുമ്പോൾ ആയിരക്കണക്കിൽ 1000 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ടും മഹബത്തറെ ലോകത്തിൽ മുങ്ങിയെങ്കെത്താളാണ് അയാൾ ചൊല്ലു. ആ രാത്രി സമയത്ത് മാടപ്രാവിടൊട്ടിക്ക് ഞാൻ മുണ്ടിയോണ്ടുള്ള ജാവുൽ നന്റെ അയൽവാസി ഇങ്ങനെ വറങ്ങിയോണ്ടുള്ളാറ്. പക്ഷേ സ്നേഹം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമം കൊണ്ട് സ്നേഹം കൊണ്ട് ഓർത്തിട്ടു നന്റെ കൺപോളയിൽ കണ്ണിങ്ങനെ തണ്ണി കൊണ്ട് നിറഞ്ഞിട്ടുണ്ടു. അങ്ങനെ ചൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷയങ്ങൾ സുബ്ഹാനല്ലാഹ് വർണ്ണിച്ചത് എന്തൊരു അത്ഭുതമാണ്, വല്ലാത്തൊരു വർണ്ണനയാണ് ആ മഹാൻ നടത്തിയോണ്ടുള്ളേ. എന്നിട്ട് അയാൾ ചൊല്ലു, ഫൈൻ തസ്അലൂനി അൻ ഹബീബി വസയ്യിദി ഫതാഹ ഹബീബുല്ലാഹി മൽ ഗൈറു മാ വമാ. നന്റെ ഹബീബാരാണ്, നന്റെ നേതാവാരാണ് എന്നിട്ട് നീ കേട്ടാരെങ്കിൽ നന്റെ നേതാവ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, അതല്ലാത്ത ഒരാളുമല്ല. അതുകൊണ്ട് ഫവഖ്തി വസആതി സ്വറഫ്തു ലിദിക്രിഹി സ്വലാത്തം വമദ്ഹം മിൻഹു ഖദ് സിർതു ജൈലമ. നന്റെ എല്ലാ സമയവും ആ നേതാവുടെ മഹബത്തും മദ്ഹും ആ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ചെല്ലുകും സ്വലാത്ത് ചെല്ലുകും മദ്ഹ് ചെല്ലുകും ഞാൻ തീർത്തെ. ഞാൻ സ്വലാത്ത് ചെല്ലെ വെറും ഭൗതികമായ ആവശ്യത്തിന് വേനായിട്ടല്ല, പലപ്പോഴും കടം തീരുവാനായിട്ട് അവപൂർത്തിയാവുവാനായിട്ട് യന്ത്രമാ ദുനിയാവുടെ ചില ലാഭത്തിന് വേനായിട്ട് പലപ്പോഴും ഞങ്ങൾ സ്വലാത്ത് ചൊല്ല. അതല്ല, ഇത് ആ നേതാവുടെ അങ്ങ് സ്നേഹിച്ചിട്ട് ബാക്കിയുള്ള കാര്യത്തിൽ ഒന്നുകും നോട്ടമില്ല. ഞാൻ സ്വലാത്ത് ചെന്നോണ്ടുള്ള മദ്ഹക്കൊണ്ടുള്ള ഖദ് സിർതു ജൈലമ, ഞാൻ ബദറിനെ പോലെ ആയ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോൾ സ്നേഹിച്ചിട്ടാവുമ്പോൾ ഞാൻ ചന്ദ്രനെ പോലെയാണ്. ചന്ദ്രൻ സൂര്യനെയാണ് തുടർന്നുകൊണ്ടിരിക്കേ, ഞാനിതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് തുടർന്ന്. ചന്ദ്രക്ക് സൂര്യയുടെ മുട്ടത്തെയാണ് വെളിച്ചം കിട്ടേ, നക്കിതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടത്തെയാണ് വെളിച്ചം കിട്ടേ. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അങ്ങനെ അയാൾ ചൊന്ന് വല്ലാത്തൊരു പലക്ക, ഫമൻ റാമ ദർക്കി ഫിഷ്തിയാഖി നബിയിന ഫഖദ് റാമ അംറൻ മുസ്തഹാലൻ മുഹറമ. ഈ ഗര ഓതുമ്പോഴാണ് ഞങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ഈ മഹാന്റെ മനസ്സിലുള്ള എനിക്കത്തെ അത്ഭുതകരമായ സ്നേഹം എന്തായിട്ടിക്കും. ആർക്കെങ്കിലും ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കടവിടെ നാൻ എത്തിയ പോലത്തെ ഒരു അവസ്ഥയ്ക്ക് എത്രാണ്ടവൻ വിചാരിച്ച ഉദ്ദേശിക്കണ്ടായെങ്കിൽ അത് അസംഭവ്യമായ കാര്യമാണ്, അയാൾക്കത് സാധ്യമല്ല ಅಂತಾ ചൊന്നോണ്ടുള്ളേ. ഏതുപോലെ കമർ റാമ മസ്കൽ ബദ്രി യൗമൻ ബിസ്ബഇ വമൻ റാമ ഔദൽ അംസി യൗമൻ വഅയ്വമ. അവനുദാ നാൻ എത്തിയെങ്കിത്തൊരവസ്ഥക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിൽ എത്രാണ്ട് പേർ ചെന്ന് ഇതെല്ലാം ഓതുമ്പോഴാണ് ഞങ്ങൾ 0-0 ആയി പോണ്ടേ. ഞങ്ങൾ മഹബത്തുണ്ടും ചൊല്ല സ്നേഹം ഉണ്ടും ചൊല്ല വാദം മാത്രമാണ്. അയാൾ ചൊല്ലേ ചന്ദ്രയുടെ തൊടുകു ഉദ്ദേശിച്ച ആളെ പോലെയാണ്, ബെർല് കൊണ്ട് ചന്ദ്രയുടെ തൊടുകു ഉദ്ദേശിച്ച പോലെയാണ്, ഹുണ്ണിമയുടെ ചന്ദ്രയുടെ ബെർല് കൊണ്ട് തൊടുകു ഉദ്ദേശിച്ച പോലെയാണ്. എന്തിരെ നാനെത്തിയ സ്ഥാനത്ത് മഹബത്തിൽ എത്തോണുകൊണ്ട് വിചാരിച്ചെങ്കിൽ അഥവാ അത് സാധ്യമാ? അതൊരിക്കലും സാധ്യമല്ല. ഒമൻ റാം ഔദൽ അംസ്, എപ്പോഴെങ്കിലും ഇന്നലെ മടങ്ങി വരണോണ്ട് ഉദ്ദേശിക്കുന്ന ആളെ പോലെയാണ്. ഇന്നലെ മടങ്ങി വേണ്ട, ഇന്നലെ പൊയ്ത്തല്ലേ, അതുപോലെയാണ്, സാധ്യമല്ല. കമൻ റാമ ദർക്കൽ വസ്ഫി ഐളൻ ഖദ് അഖ്തറു വലാകിന്നഹും ഖദ് ഗാദറു മുതറദ്ദിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിക്കുവാനായിട്ട് എഴുതിയിട്ട് ലാസ്റ്റ് വിട്ടുപോയെങ്കത്തെ പരാജയം സമ്മതിച്ചു പോയെങ്കത്തെ ആൾമാരെ പോലെയാണ്. അങ്ങനെ ചൊന്നിട്ടു ഫവല്ലാഹി മാ ഫിൽ ഖൽബി ഹല്ലുൽ ലിഗൈരിഹി ഫഗൈറു റസൂലില്ലാഹി ലൈസ ലിതഅലമ. നന്റെ ഖൽബുൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത ഒരാൾക്ക് ഒരു ഭാഗ്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത ഒരാളെ നീ പഠിക്കണ്ടാണ്ടാ ചൊന്നുകൊണ്ടുള്ളേ, നീ പഠിക്കണായത്. അങ്ങനെ നീണ്ട വരികൾ അത് ആയുസ് മുഴുവൻ ചൊന്നെങ്കിൽ തീരാത്ത അത്ഭുതങ്ങളാണ് അതിലുള്ളത്. സുബ്ഹാനല്ലാഹ്, ആ മഹാന്റെ വർക്കത്തുകൊണ്ട് അള്ളാഹു ഞങ്ങളെ ഖൽബ് നന്നാക്കി ആ മഹബത്തിൽ ഒരു അംശമെങ്കിലും അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാത്ത ഒരാളെ പഠിക്കണോണ്ടില്ല, ഇനി വേറൊരാളെ പഠിക്കണമെങ്കിലും സ്നേഹിക്കണമെങ്കിലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾബേനായിട്ടാണ്. സ്നേഹം സ്നേഹിക്കണായത് അള്ളാഹുടെയും അവൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അത് വെറും ബാഹ്യമായ കർമ്മങ്ങളെ കൊണ്ടല്ല, ഖൽബുൽ അതിൻ്റെ ടേസ്റ്റ് നിനക്ക് കിട്ടണു, മഹബത്ത് കിട്ടണു, ഓർക്കുമ്പോൾ കണ്ണിലങ്ങ് തണ്ണി പറഞ്ഞു. ആ നേതാവുടെ അങ്ങ് സ്നേഹിച്ചെങ്കിൽ പിന്നെ മോശമായ കാര്യത്തിൽ ഞാൻ പോണ്ടുള്ളേ. ആ മഹബത്തര ലോകത്ത് നിന്നാണ് അങ്ങിക്കടെ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തപ്പുടെയും മാഫാക്കിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിൽ മുങ്ങുകൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്നേഹിക്കണം ചെന്നെങ്കിൽ വെറും എൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പലക്ക് അതിൽ മാത്രം ഒതുങ്ങുറുതല്ല. സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹം ഈമാൻ്റെ ഭാഗമാണ്. ആ സ്നേഹിക്കണമെങ്കിൽ ഒരാൾ പിന്തുടർറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന പോലെ കേക്കിട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളും ചെല്ലെ മാത്ര എൻ്റെ എല്ലാ ഹർക്കാത്ത് സക്കനാത്തും നാൻ്റെ ഔത്ര പ്രോഗ്രാമിലാവട്ടെ ബാക്കി പ്രവർത്തനങ്ങൾ എന്തു ആവട്ടെ അതിൽ ശരീഅത്തും ചൊല്ല വിഷയമേ ഇല്ല. ഞാൻ എന്തരമാ ആരമാ പിന്തുടർന്നുകൊണ്ടുള്ള എങ്കിൽ ഇത് സ്നേഹമല്ല. ഞാൻ സ്നേഹിക്കണേണ്ടെങ്കിൽ സ്നേഹിക്കപ്പെടുക ആളെ ഞാൻ തുടർറേ.
ഇത്തിബാഴ്ന്നാണ് അക്കടെ ഒന്നു. രണ്ടാമത് ആ ഒരാൾ മദ്ഹങ്ങ് ചൊന്നോണ്ടിക്കടെ എത്ര ചൊന്നെങ്ങുമ്മയ്യാവില്ലേ. ഭൗതികന്മാരത്രമാ കളിക്കാരെ, ഞങ്ങളെ പേരൊന്നും ഞാൻ ചെല്ലല്ലേ, കളിക്കാരെ തുടരാൾമാരില്ലേ ഭയങ്കര. എന്നിട്ട് ആരാധ്യനായി പോണ്ട അവൻ്റെ ഓൺ ആരാധിക്കട. ആ സമയത്ത് ഞാൻ അവൻ്റെ സ്നേഹിക്കടാൻ ചൊല്ലെ ഓണു അവൻ്റെ പിന്തുടർറെ എങ്ങനെ, അവൻ്റെ ടീഷർട്ടിൽ അവൻ്റെ പേരാണ്, അവൻ്റെ തലയുടെ ഹെയർ കട്ടിങ് അങ്ങനെയാണ്, അവൻ എങ്ങനെ ആക്കി അതുപോലെ ഓൻ ഇത്തിബാക്കട. അതിരൊട്ടിയെ മധുവും ചൊല്ല അവൻ്റെ ചൊല്ല ഓണു 1000 നാവാണ്. ഓൺ അവൻ്റെ സ്നേഹിക്കിടാൻ ചെല്ലുമ്പോൾ ആ സ്നേഹിക്കിടങ്കെത്ത ആളെ ഓൺ പിന്തുടർന്നുകൊണ്ടുള്ള മധു ചൊന്നുകൊണ്ടുള്ള കൗലും ഫേലും വന്നുകൊണ്ടുണ്ടു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ടച്ചാക്കി നോക്കറുള്ള. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിച്ചെങ്ങമയി മധു ചെല്ലണ്ട ഒരു ബിസയെ ചൊല്ലുകുത്തീർ. ആരെങ്കിലും മധു ചെന്നാരെങ്കിൽ ശിർക്കടെ ബാമ്പൊട്ട് വാട്ടരെങ്കിൽ ആൾമാറുള്ളാറ് ബിടറു. അങ്ങ് വിവരദോഷികളാണ്. അങ്ങ് എത്ര ഉറുതി ചൊന്നിട്ടും നിങ്ങൾ ഖുർആൻ ഓതിയിട്ടും അങ്കത് ഗൊന്താവില്ല. ഇത് ഹൃദയത്തെ ഭാഷയാണ്. അങ്ങളെ സൈഡ് വിട്ടിട്ട് സ്നേഹിക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്നേഹിക്കിടാൻ ചെല്ലുമ്പോൾ അവിടെ ഇത്തിബാഅ് വേണു, പിന്തുടരണു, അതിരൊട്ടിಗೆ മദഹ് ചൊല്ലണു. നിരന്തരമായി ആ നേതാവുറದು മാത്രമാണ് നന്റെ പൽക്ക, നന്റെ വായിൽ അത് മാത്രമാണ് വന്നുകൊണ്ടുള്ളേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബേനായിട്ടാണ് ബാക്കി ഒരാളെ ഞാൻ സ്നേഹിക്കടെ. ഞാൻ അള്ളാഹുടെ സ്നേഹിക്കടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കടെ. സ്നേഹിക്കുക പറ്റിയത് ഈ ജണ്ടാൽമാർ മാത്രമാണ്. അങ്ങളെ സ്നേഹിച്ചെങ്കിൽ മാത്രമാണ് കൽബുൽ ഈമാന്റെ മാധുര്യം കിട്ടേ. അതേസമയത്ത് പെഞ്ഞായിടെ സ്നേഹിക്കുന്നതും മക്കളെ സ്നേഹിക്കുന്നതും അതൊക്കെതിരല്ല. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അയാൾക്ക് പെഞ്ഞയിന്ത് മക്കയിന്ത്. പക്ഷേ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹത്തിന് തടസ്സാവുടെങ്കിൽ അയാൾക്ക് വേണ്ട. അങ്ങളെ സ്നേഹിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹത്തവാകാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേനായിട്ടാണ്. വേറെ ഒന്നര പഠിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേനായിട്ടാണ്. അള്ളാഹുക്ക് വേനായിട്ടാണ്. എന്തൊരാകൃതും അതിന്റെ അസുൽ ഒറിജിനൽ മടങ്ങടെ അടിസ്ഥാനം അത് അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഒരു ബോധമാണ് എൻ്റെ കൽബിൽ നിൽക്കണേ. അൽഹംദുലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം അങ്ങനെയാണ്. ബാക്കി ഞാൻ ആരെ സ്നേഹിച്ചെങ്കും അതിലില്ല. അള്ളാഹുക്ക് വേനായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേനായിട്ടാണ്. ഇങ്ക് അങ്ങ് എതിരാവിടാറാ എങ്കിൽ ആ വഴിയിൽ ഞാൻ നിൽക്കില്ലേ. അത് ഏത് ഷെയ്ഖാവട്ട്, ഏത് ഖാജാവട്ട്, ഏത് ഭയങ്കര ആള്, അയാൾ തങ്ങൾ ബാവ, അയാൾ ആലിം ബാവ, അയാൾ കാളി ബാവ, അയാൾ ഹാജാർ ബാവ, അയാൾ പണക്കാരന് ബാവ, ആർബേനങ്കാവട്ട് അങ്ങളെല്ലാം ഞാൻ സ്നേഹിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേനായിട്ടാണ്. ഈ തെരുളു അങ്ങ ഇല്ലേ, അങ്ങ മോശമായോണ്ടുള്ളാറ് എങ്കിൽ അങ്ങ് നക്ക് വേണ്ട. അത് പെഞ്ഞായിടെ സ്നേഹിക്കുന്നതും മക്കളുടെ സ്നേഹിക്കുന്നതും അതാണ് ഈമാന്റെ വല്ലാത്തൊരു ഹന്താൻ ചൊന്നെങ്കതാണ്. ആ ഒരു ഹന്തത്ത് നക്ക് എത്തുകാവണു. പ്രസിഡന്റ് എന്തെല്ലാം മോശമാക്കിക്കൊണ്ടുള്ള അവൻ എന്തെല്ലാം ചൊന്നുകൊണ്ടുള്ള ആയെങ്കും അവന് ഗുഡ് സലാമിട്ട് ഞാൻ അവിടെമേ നിന്നോണ്ടുള്ളേ യാ റബ്ബി നന്റെ ഡ്യൂട്ടി പോവാ നക്ക് ശമ്പളം കിട്ടാണ്ടാവാൻ ചൊല്ലെ ബേജാറാണ് പലപ്പോഴും നക്കുള്ളേണ്ടായെങ്കിൽ ഈ മഹബത്ത് ഞാൻ എത്തിയിട്ടില്ലാണ്ട് അതിനർത്ഥം. കാരണം ആരെ ഞാൻ സ്നേഹിച്ചെങ്കിലും ആരെ ഞാൻ മേൽവെച്ചെങ്കിലും എന്താക്കിയെങ്കും ലില്ലാഹി വല റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വേനായിട്ട് മാത്രമാണ്. ഇൻക്കെതിരായെങ്കിൽ ഞാനില്ലേ. ഖുർആൻ ചൊന്നത് വമാ ആതാക്കുമുർ റസൂലു ഫഖുദു വമാ നഹാക്കും അൻഹു ഫൻതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊമ്പന്നത് സ്വീകരിക്കൂ, അല്ലാത്തത് വിടറു. വമാ ആതാക്കുമുൽ ഉസ്താദ് ഉണ്ടല്ല, ഹാജാറുണ്ടല്ല, തങ്ങളുണ്ടല്ല, കാളിണ്ടല്ല, അല്ലെങ്കിൽ അബ്ബാണ്ടല്ല, ഉമ്മാണ്ടല്ല, അബ്ബ കൊമ്പന്നത് സ്വീകരിക്കൂ, അല്ലാത്തത് വിടറു ഉണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊമ്പന്നത് സ്വീകരിക്കൂ. അതുക്ക് ഏത് ഹാജ എതിരായെങ്കും ആ സമയത്ത് അവണ്ടൊട്ടിക്ക് നാണില്ല, ഞാൻ ബുട്ടെ. ശരീഅത്തുൽ ഇസ്ലാം അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നവിടെ അയാളുണ്ട എങ്കിൽ നാണുള്ളേ. അവനത് പാലിക്കില്ല, അവൻ ഒട്രാസിയാണ്, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന പോലെയില്ല, അവൻ സ്വാർത്ഥിയാണ് എങ്കിൽ ഭൗതികമായ ആവശ്യത്തിന് വേനായിട്ട് അവൻ്റെ ബാക്കിൽ പോണുന്നാണില്ലേ. കാരണം ഇവിടെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരായിട്ട് ഞാനൊരു പക്ക പോകുമ്പോൾ അവിടെ ഒരു അങ്ങാടിൻ്റെ പേരിക്ക, മാർക്കറ്റിൻ്റെ പേരിക്ക ഒരു രാജകീയ പക്ഷ ನಾನು ഭയങ്കര സ്നേഹിക്കണമെക്കെത്ത നൻ്റെ രാജകീയ പക്ഷമാണ്, അല്ലെങ്കിൽ ഏതൊരു സംഘടനേൻ്റെ പേരിക്ക ഒരു ഉദാഹരണം ആരും എന്തും ഞാൻ പേര് ചൊല്ലുള്ള വല്ലാത്തൊരു രാജകീയ പക്ഷ നൻ്റെ കൽബിൽ നിറഞ്ഞെക്കെത്തൊരു പക്ഷാണ്ട് പേരിക്ക ನಾನು ಅದಕ್ಕೆ ಜಿಂದಾಬಾದ್ വിളിച്ചോണ്ടുള്ള അങ്ങനെ ആക്കിക്കൊണ്ടുള്ള ഇങ്ങനെ ആക്കിക്കൊണ്ടുള്ള ഭയങ്കര ഉറത്ത അവനുಗೂ ഈ പക്ഷത്തൊട്ടിയ ഭയങ്കര പിർസാണ്. അതുക്ക് വേനായി ജാവും പോലും വർക്കൊലി അങ്ങനെ എത്ര ആൾമാരിക്കിടാറ് ദുനിയാവിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കിട. അങ്ങനെ അവനൊരുത്ത അങ്ങാടി പോകുമ്പോൾ അവിടെ കുറേ ആൾമാർ നിന്നിട്ടുള്ളാറ്. അവിടെ ഒരുത്ത എന്താക്കിക്കൊണ്ടുള്ള ഓൺ സ്നേഹിക്കടെ അതേ പക്ഷത്തെ ഭയങ്കര മധു ചൊന്നുകൊണ്ടുള്ള ഭയങ്കരമാണ് ദുനിയാവുള്ള അതേ ഉള്ളേ അതേ വിന്നാവിടെ അങ്ങനെ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഓൺ ഉൾഗൊൽഗ കൊസിയായിട്ട് അത് ആരുണ്ട് ഓണ് കൊടുത്തില്ലേ. അവൻ ബേനെങ്കൗട്ടർ ചായ എടുക്കട അല്ലെങ്കിൽ ബാക്കി സാധനം എടുത്തിട്ട് ഫസ്റ്റിಗೆ പോയിട്ട് ഒന്ന് അവന് കൊടുക്കട ഒന്നവന് കുടിക്കട എന്തേ ഓൺ അവനുക്ക് കൊടുക്കുവോ കാരണം അവനുക്ക് ചായ എടുത്ത് കൊടുക്കുവോ കാരണം എന്തിനെന്ന് ചൊന്നെങ്കിൽ അവൻ്റെ ഗുർത്തമേ ഇല്ല. അവന് എവിടെ ബല്ലി പൊട്ടുവാട്ടിയോണ്ട് വന്നിരമ്മ കയറ് പൊട്ടുവാട്ടിയോണ്ട് വന്നിര ഒന്നും കൊന്തില്ല. പക്ഷേ ഓൺ സ്നേഹിക്കടെങ്കെത്ത ഒന്നുരെ വല്ലാണ്ടവൻ പോതിയോണ്ടുള്ള കൽബ് നിറഞ്ഞിട്ടവൻ ചൊന്നോണ്ടുള്ള ബായിൽ ആ സമയത്ത് ഓൺ കൗണ്ടൊട്ടിയ പിർസ പോന്തു. അപ്പോൾ ഓൺ അവൻ്റെ സ്നേഹിക്കടെതിരെ മാനദണ്ഡം അവൻ്റെ ഗുർത്തയില്ലെങ്കിലും ഓൺ സ്നേഹിക്കടെങ്കെത്ത ഒരാളെ ഒന്നുര അവൻ സ്നേഹിച്ചുകൊണ്ടുള്ള അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ എത്ര ആൾമാരുള്ള അലങ്കാർക്കെങ്കിലും ഒന്ന് ചായ എടുത്തു കൊടുത്താണ് അതിരമേ ഉടക്ക് ഫിറ്റാക്കുറൂല. ഞാൻ എൻ്റെ പെഞ്ഞായരെ മക്കളെ അബ്ബ ഉമ്മടെ അതുപോലെ വേറെ ഒരാളെ മേലിലുള്ളെങ്കെത്താളെ ഗുരുടെ ആരെ വേണമെങ്കാവട്ട് അങ്ങളെ സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നവിടെ അള്ളാഹു ചെന്നവിടെ അങ്ങ ഇല്ലേ എങ്കിൽ അങ്ങ നക്ക് പിന്നെയാണ്, നക്ക് ഫസ്റ്റ് ഇതാണ് വല്ലാത്തൊരു ഈമാൻ, അത്ഭുതകരമായ ഈമാൻ. അതാണ്
പെഞ്ഞായിയുടെ എന്തെല്ലാം ഹറാമുകോൺ വിളിച്ചോണ്ടുള്ള ആറാരക്കൊമ്പായിട്ട് ഒപ്പാറ്റിയോണ്ടുള്ള അല്ലെങ്കിൽ മാപ്പിളൊട്ടി ഹറാമുക അവൾ ചൊന്നോണ്ടുള്ളാറ് ആ സമയത്ത് അവൾക്ക് അടിമയായി കൊടുക്കൂടെ ഓണല്ല. അതുപോലെ ഓണുക അടിമയായിട്ട് അവൾ കൊടുക്കുകൂത്തീറ നക്ക് ചോറാറ് തരുവാറെന്ന് ചൊല്ല പേടി ഓൾകിക്കുകൂത്തീറ. കാരണം ചോറ് തണ്ടവൻ അള്ളാഹുവാണ്. ഒമാമിൻ ദാബത്തിൻ ഫിൽ അർള് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. മാപ്പിള എന്തെല്ലാം ഹറാമ് ചൊന്നോണ്ടുള്ള ആൾ അതെല്ലാം ഓളാക്കിക്കൊണ്ടുള്ള ആൾ. ഓൾക്ക് പേടി നൻ്റെ ചോറ് നഷ്ടാവാ. അതുപോലെ ഓളെന്തരെല്ലാം ഹറാമാക്കിക്കൊണ്ടുള്ള ആളാ കാട്ടിക്കൊണ്ടുള്ള ആളാ ചൊന്നോണ്ടുള്ള ആളാ ಅದಕ್ಕೆല്ലാം ഓണു പിടിച്ചു നിന്നോണ്ടുള്ള സപ്പോർട്ടാക്കിക്കൊണ്ടുള്ളാണ്ടെങ്കിൽ അവിടെ പേര് മാത്രം നാൻ ലില്ലാഹി വറസൂലി ഇന്ന സ്വലാത്തി ഒനുസുക്കിയോ മഹയായ ഒമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലതെല്ലാം വെറുതെ മാത്രമാണ്, പലക്കത്തിൽ മാത്രമാണ്. ഇവിടെ ഒരേ വാക്കിൽ ചൊല്ലെങ്കിൽ ലോകത്ത് എന്തും അത് അള്ളാഹുവും അവൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പേനായിട്ടാണ്. ആ മഹബത്തിനെങ്കിൽ മാത്രമാണ് ഈമാൻ്റെ മധുരം കിട്ടേ. അതേസമയത്ത് ബാക്കിയുള്ള ആൾമാരെന്നാണ് ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും അനുസരിക്കുന്നതും എല്ലാം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പേനായിട്ടാണ്. ഈ തെർലു അങ്ങ് ഇന്നെങ്കിൽ അങ്ങൊട്ടിಗೆ നക്ക് വിർസ അല്ല എങ്കിൽ അങ്ങളെ നേതാവാക്കവൂ അങ്ക് സലാമിടവൂ അല്ലെങ്കിൽ അങ്ക് കൈമുഗ്യവൂ അങ്ങളെ ദേവറാക്കവൂ നാണില്ലേ. ഇതാണ് ഈമാൻ്റെ വല്ലാത്തൊരു ഭാഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ട്, ഹക്കിടെ മേൽ ഉറച്ചു നിൽക്കൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ട്. ഞങ്ങളെ കൽബുടെ എല്ലാ മാലിന്യങ്ങളെയും നീക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബ് കൊണ്ട് നിറഞ്ഞങ്ങ് സ്നേഹിക്കൂ, അള്ളാഹുടെ പിർസാക്കൂ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണൂ. അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കൾ ഈ വോയിസ് കേൾക്കുന്ന മുഴുവൻ ആൾമാർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് തന്ന് ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ഈമാനോടെ തഖ്വയോടെ ഹിമ്മത്തോടെ ജീവിച്ച് അവസാനം ഖൽബിലെങ്കിൽ ഈമാനോടെ മരിക്കൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ട്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.